നമസ്കാരം. പ്രവീൺ പ്രണവ് അവസാനമായ ഇട്ട വീഡിയോ കണ്ട് ഞെട്ടിത്തെരിക്കാത്ത ആരും കാണത്തില്ല. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാമിലി വ്ലോഗ്സ് ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ഒരു ഞെട്ടലോടെ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഇത് തന്നെ അവർ തന്നെയാണോ ഈ പ്രണവിന്റെ കുടുംബം തന്നെയാണോ ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആ ഫാമിലിക്കാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുമൂന്ന് വീഡിയോ ഇട്ടുകൊണ്ട് ഞാനത് ഫോളോ ചെയ്ത് തുടങ്ങി. എന്താണെന്നറിയണ്ടേ? ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇപ്പം ഇത്രയും ഹാപ്പി ആയിട്ട് നിന്ന ഒരു ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതുപോലെ വളരെ വലിയൊരു ആരോപണമൊക്കെ ആണ് ഈ പറയുന്ന പ്രവീണ് ഉയർത്തുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായ ഒരാഴ്ചക്കകത്ത് എന്റെ ഡെലിവറി കാത്തിരുന്ന എന്റെ ഭാര്യയുടെ വയറിൽ ചവിട്ടി എന്ന് പറയുന്നത് ആര്? പ്രവീണും പറയുന്നുണ്ട്, ഈ പറയുന്ന മൃദുലയും പറയുന്നുണ്ട്. വലിയൊരു ആരോപണമാണ്. മനസ്സിലായോ? എന്നെ എന്ത് ചെയ്തു? അച്ഛനും അനിയനും കൂടി ചേർന്ന് എന്നെ അത് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നത്. എന്നെ അച്ഛൻ പിടിച്ചു വെച്ച് കൊടുത്ത അനിയൻ അടിച്ചു എന്ന് പറയുന്നത് വലിയൊരു ആരോപണമാണ്. സ്വന്തം അച്ഛൻ ചേട്ടനെ എന്ത് ചെയ്തു? പിടിച്ചു വെച്ച് കൊടുത്ത അനിയൻ വന്ന് മർദ്ദിച്ചു എന്ന് പറയുന്നത് അതും വലിയൊരു ആരോപണമാണ്. അതുമല്ല, അച്ഛനെ കുറിച്ച് ആരോപണം. അച്ഛന്റെ പല്ല് തെറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ച് തെറിപ്പിച്ചതല്ല, അച്ഛൻ ചമ്പ് വെച്ചത് കൊണ്ടാണ് ആ പല്ല് തെറിച്ചതെന്ന് പറയുന്നത്. അതുപോലെ എന്റെ അനിയൻ ആ കുടിക്കാരനാണ്, അവൻ ഡെയിലി കുടിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ആരോപണം. അതുപോലെ തന്നെ അമ്മയുടെ നേരം ആരോപണങ്ങൾ പറയുന്നത്. അപ്പം ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും പറയേണ്ടതായിരുന്നു. സത്യം ഈ വീഡിയോ തന്നെ ഇടേണ്ടതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയൊരു ഇങ്ങനെ ഞാൻ ഞെട്ടിപ്പോയി. എന്തെങ്കിലും അവർക്ക് ഒരു മറുപടിയുമായിട്ട് വന്നപ്പോ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ചെറുത്, പക്ഷെ ഇങ്ങനെ ഒരു മറുപടി അവർ നേരത്തെ കൂട്ടി ക്ലിയർ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇത് തോന്നും. ഇനി ഇതിനകത്ത് എന്താണ് ഈ രണ്ടുപേരും വീഡിയോ ഇട്ട് ആക്ച്വൽ സംഭവം എന്താണെന്ന് അറിയത്തില്ലല്ലോ. നമുക്കിവിടെ ആർക്കും ആക്ച്വൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഈ അമ്മായിയമ്മയ്ക്കും ഈ പറയുന്ന അവർക്ക് എന്താണ് ഇവരുടെ വാക്കിൽ നിന്ന് അവർക്ക് ഈ മൃദുലയുമായിട്ട് അത്ര സുരക്ഷിതല്ല, അവരുടെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു അമ്മായിയമ്മ മരുമകൾ പോര് തന്നെയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി കയറി വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോ ഇവരുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇവരുടെ വീഡിയോസിൽ തന്നെ അവർ പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ, അതിൽ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്കൊരു ക്ലിപ്പ് കാണാം, നിങ്ങളത് കണ്ടു നോക്കും. അമ്മയ്ക്ക് പറയായിരുന്നു, കാരണം ഇതിൽ അമ്മ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവത്തില്ല. കാരണം വീട്ടില് അവന് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവില്ലായിരിക്കാം. അച്ഛൻ്റെ കാര്യം വിട്ടു, അല്ലെങ്കിൽ അമ്മ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവത്തില്ല. ഞാൻ ഒരുപാട് കോംപ്രമൈസ് എന്ന രീതിയിൽ ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞ അമ്മയ്ക്ക് ഇതൊന്നും സോൾട്ട് ചെയ്യായിരുന്നു ഉറപ്പായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും നമ്മളെ കുടുംബം നാറത്തില്ലായിരുന്നു. അമ്മയ്ക്ക് സോൾട്ട് ചെയ്യായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം. അമ്മ പക്ഷെ ചെയ്തതെന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ഈ പ്രശ്നം അങ്ങ് മൂപ്പിച്ച് വിടുകയോ ചെയ്തു. മനസ്സിലായല്ലോ? അവർ പറഞ്ഞ എന്താണ്? അമ്മയ്ക്ക് വേണമെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യാമായിരുന്നു, പക്ഷേ അമ്മ അതിന് ശ്രമിച്ചില്ല. ഞാൻ ഒരുപാട് കോംപ്രമൈസിന് വേണ്ടിയിട്ട് അമ്മയെടുത്ത് പിന്നീട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അമ്മ കോംപ്രമൈസ് ചെയ്യുന്നതിന് പകരം അതിനെ മൂപ്പിച്ച് വിടാൻ വേണ്ടി അതിനെ ഒന്ന് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് അമ്മ ചെയ്തത് എന്ന് പറയുന്നത് മറ്റാരുമല്ല, പ്രവീണാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് ഒരു ക്ലിപ്പ്. ഇനി മറ്റൊരു ക്ലിപ്പും കൂടി ഉണ്ട്, അതും കൂടി കേട്ടോ. അതെ, കുഞ്ഞിനെ ആരും ഇത് പറയുന്നു, പക്ഷെ ആദ്യം പറഞ്ഞത് അത് ഞാൻ പിന്നാണ് അറിയുന്നത്. പക്ഷെ ആ അമ്മയാണ്. ഏട്ടൻ്റെ അടുത്ത് ഒരു ദിവസം താഴെ ഏട്ടൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോ പറയാണ്, ഈ കുഞ്ഞു വയറ്റിലായതിനു ശേഷമാണ് നമ്മുടെ കുടുംബത്തില് പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയത്. എന്റെ അമ്മയാണോ? പക്ഷെ ഞാനത് അറിയുന്നില്ല. ഒരു ഏട്ടൻ താഴെ കയറുന്ന നിർത്താതെ കരയാണ്. കരഞ്ഞ് മുന്നേ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നിട്ടാണ്, ഒരു പെണ്ണ് വന്ന് കയറിയ പിന്നാണ് അവരുടെ കുടുംബം നശിച്ചത്. അത് പിന്നെ എല്ലാരും പറയുമല്ലോ, ഒരു വന്ന് കയറിയ പെണ്ണിന്റെ മണ്ടേ കൊണ്ടും കിടുമല്ലോ. എത്രയൊക്കെ സഹിച്ച് ക്ഷമിച്ച് കൂടെ നിന്ന് പോയാലും അത് ആ പെണ്ണിന് ഉള്ള കുറ്റമാണ്. ശരി, അത് പറഞ്ഞോട്ടെ. പക്ഷെ ഈ കുഞ്ഞിനെ അങ്ങനെ അവർ പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ട് പിന്നെ കുഞ്ഞിനെ കാണാൻ വരുന്നത് എന്തിനാ? വീഡിയോ എടുക്കാൻ. അവന് വീഡിയോ എടുത്ത് അവന്റെ അക്കൗണ്ടിൽ ഇട്ട് അവനുള്ള നെഗറ്റീവ് കമന്റ് മാറ്റി അവന്റെ ഭാവി എന്തോ അവനെ മതി. ഈ കുഞ്ഞിനെ പോലും അവർക്ക് വേണ്ട. പിന്നെ കാണിക്കുന്നതൊക്കെ വെറും നാടകങ്ങളാ. ഞാനത് എങ്ങനെ പറഞ്ഞു തരേണ്ടത്? ഇതിലിപ്പം ഉന്നയിക്കുന്ന കാര്യം വളരെ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റാണ് ഈ പറയുന്ന പ്രവീണിന്റെ അമ്മ ചെയ്തതായിട്ട് ഞാൻ പറയാം. അതായത് നിന്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് എല്ലാത്തിനും കാരണം. ഈ കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഫാമിലിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പ്രവീണിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറക്കാൻ പറ്റാത്ത തെറ്റാണ്. അത് ആർക്കും സഹിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് മൃദുല ഒരു അമ്മയാകാൻ പോകണം. സത്യം എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. അതിനു മുമ്പേ എന്റെ കുഞ്ഞിന്റെ നേർക്ക് ആരെങ്കിലും ഇതുപോലുള്ള ശാപവാക്കുകൾ പറയുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റില്ല, നമ്മളത് പ്രതികരിച്ചു പോകും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റാണ്. ഒരിക്കലും നമുക്ക് ക്ഷമിക്കാനോ അതിനൊരു മറ്റൊരു തരത്തിൽ ന്യായീകരിക്കാനോ പറ്റാത്ത തെറ്റാണ് ചെയ്തിട്ടുള്ളത്. പ്രവീൺ തന്നെ പറഞ്ഞത് എന്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്.
ഇവര് തമ്മിലുള്ള കുടിപ്പകയാണ്. അതായത് ഈ നടന്ന സംഭവങ്ങൾ രണ്ടുമൂന്ന് വോയിസുകൾ ഇവര് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ആ സംഭവങ്ങൾ ഈ അടിയുമായി ബന്ധപ്പെട്ടതാണ് തന്ത്യാൻ പറയുന്നത്. എന്തിന് നീ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അതിപ്പോ ഏത് അച്ഛനായാലും ചിലപ്പോൾ ആ സമയത്ത് പറയാം ഇത്രയും അടി നടന്നിട്ടുണ്ട്. ഇനി ഇതാണ് അച്ഛൻ ഇപ്പൊ മരുമക്കളും അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി, അതാണ് നമുക്ക് അറിയാനുള്ളത്. എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി എന്നറിയണം. അതറിയണമെങ്കിൽ ഒരു ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കണം. ആ ക്ലിപ്പ് കണ്ടിട്ടും കൂടി നമുക്ക് വരാം. അവിടെ നിൽക്കണ്ട, എന്തിനാ അവളിവിടെ വന്ന് ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും ഏട്ടനാ നോക്കുന്നത്. ഞങ്ങൾ എടുക്കും, നിങ്ങൾ കളിയാക്കുമല്ലോ മൃദുല ചേച്ചി വന്ന് പ്രൊമോഷനും കൊണ്ട് വന്നെന്ന്. എന്നാ എല്ലാം അതിൽ നിന്ന് കിട്ടുന്നതിനെല്ലാം നേരെ പാതി അവനാ പോകുന്നത്. അവനൊന്നും അറിയില്ല, ഇടുന്നതോ വരുന്നതോ ഒന്നും പണിയെടുക്കത്തില്ല. സീരിയസ്ലി ഒരു പണിയെടുക്കാത്ത ഒരു മടിയനാണ്. അത് വീട്ടിലെല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം, അമ്മയും അറിയാം. 1 മണിക്ക് എണീക്കും ഉച്ചക്ക്. വീഡിയോ എടുക്കാൻ വിളിച്ച 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോഴും ഏട്ടവന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം. അവർക്ക് സമയത്തിന് ഓരോരുത്തർ വിളിക്കുമ്പോൾ സമയത്തിന് വീഡിയോ കൊടുക്കണം. കൊച്ചു വീഡിയോ എടുക്കാൻ പാടാണ്. അവന്റെ റൂമിൽ ചെന്ന് കൊട്ടിയാലൊന്നും അവൻ കേൾക്കത്തുമില്ല, അറിയത്തുമില്ല. ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ. വീഡിയോ എടുക്കാൻ പാടാന്ന് വിളിച്ചാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുവിധം ക്ലിയർ ആയി കാണും. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മൃദുലയുടെ ഒരു വീഡിയോയിൽ മൃദുല പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് ഈ പറയുന്ന ഈ സംഭവങ്ങൾ മൊത്തം, ഈ അടി മൊത്തം നടക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. ഒരു പ്രൊമോഷൻ വീഡിയോ ഇവർ ഇടാൻ പോകുന്ന സമയത്താണ് ഈ അടി പിടിയും ഈ പറഞ്ഞ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതിന് മൃദുല തുടക്കം ബ്രാൻഡ് ക്ലിപ്പ് ഞാൻ വെക്കുന്നില്ല, അത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. മൃദുല പറയുന്നുണ്ട് വീഡിയോ പ്രൊമോഷൻ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രണവ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രവീൺ എന്തോ പറഞ്ഞു, ചേട്ടൻ എന്തോ പറഞ്ഞു, ആ സമയത്താണ് ഇത് അടിപിടിയായത് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് പ്രവീൺ തന്നെ പറയുന്നുണ്ട് യവൻ ഒരു പണി എടുക്കത്തില്ല, യവൻ എന്താണ് പിന്നീട് മേലാണെങ്കിൽ ഒരു പണി എടുക്കത്തില്ല. അവളും പറയുന്നുണ്ട് ഇവിടെ വന്ന് അവളെ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊമോഷൻ എടുക്കാൻ വേണ്ടി യവനെ കാത്തു നിൽക്കണം. മൃദുല പറയുന്നുണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു, ഇവനെ കാത്തു നിൽക്കണം, ഇവൻ എഴുക്കുന്നത് 7 മണിക്കാണ്. അപ്പം ഈ ഒരു പ്രശ്നം ഇവിടെ നടക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്ന കേസ്, ഇവര് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇവര് 3 പേരും കൂടി ഇവര് തന്നെ പറയുന്നുണ്ട് ഇതിന്റെ റവന്യൂ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമെന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇവര് ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ഇവനെ കാത്തു നിൽക്കുന്നു, ഇവൻ ഭയങ്കര ലേസി ആയിട്ട് ഇവൻ കൃത്യമായിട്ട് വരുന്നില്ല, ഇവർ കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നൊരു പരാതി ഇവർക്ക് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മൃദുല ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവാം. മൃദുല എന്ത് പറഞ്ഞിട്ടുണ്ടാവാം, ഇവൻ എന്തിനു പകുതി കൊടുക്കുന്നു, ഇവൻ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് നമ്മളല്ലേ, അപ്പോൾ അവൻ എന്തിന് ഇത്രയും ക്യാഷ് കൊടുക്കുന്നതിന്റെ ആവശ്യമില്ല, നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പകുതിയാക്കാം, അല്ലെങ്കിൽ കാൽഭാഗം നമുക്ക് ഇത്രയും കൊടുത്താൽ മതി, അല്ലെ അവനില്ലാതെ നമുക്ക് വീഡിയോ ഇടാം എന്നൊരു സംഭാഷണം അവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ചിലപ്പോൾ അത് മൃദുലയുടെ ഭാഗത്തു നിന്നായിരിക്കാം വന്നത്. അതായിരിക്കാം ഈ അമ്മയ്ക്കും അച്ഛനും അത് ഇഷ്ടപ്പെടാതെയും വന്നതെന്നാണ് ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു 90% നിങ്ങൾ വിശ്വസിച്ചു, ഈ യൂട്യൂബ് ചാനലും പണവും ക്യാഷ് അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അടി തന്നെയാണിത്. മൃദുല വന്നപ്പോൾ ചിലപ്പോൾ അവർക്ക് തുല്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും കോൺട്രിബ്യൂഷൻ നമ്മളല്ലേ ചെയ്യുന്നത്, അവൻ കണ്ടാൽ വരുന്നില്ല, അവർ പ്രൊമോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോലും ഇതുവരെയൊക്കെ എണീറ്റില്ല, വന്ന് അങ്ങോട്ടേക്കിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്, അതിന്റെ അല്ലെങ്കിൽ ഒരു കാൽഭാഗം കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട നമുക്കിനി മതി എന്നെന്തോ സംഭവം പറഞ്ഞിരിക്കുന്നു. അത് അതായത് മാസങ്ങളായിട്ട് ഇത് പറഞ്ഞ് വീട്ടിനകത്തൊക്കെ കണ്ട അവള് വന്നതിന് ശേഷം അവളിപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പകുതി ഇപ്പം അവള് മുഴുവനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് തുടങ്ങിയുള്ള വൈരാഗ്യ ബുദ്ധിയാണ് ഈ നടക്കുന്ന അടിയും അല്ലെങ്കിൽ ഈ നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അവരുടെ വീഡിയോയിൽ ഉടനീളം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്, ക്യാഷ് ഡിവൈഡ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അമൃത അതിനകത്ത് ഒരു സുപ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അമൃത പറഞ്ഞിട്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ആര്? ഈ പറയുന്ന പ്രവീണിന്റെ അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് എന്തൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ വളരെ കഷ്ടമാണ്. കാരണം ഇനി അമൃതയുടെ അമ്മായിയായിട്ട് ഒരു ഒത്തുചേരൽ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ ആയിരിക്കും. അതിനെക്കാട്ടി ഒത്തുചേരൽ ഉണ്ടായിരിക്കും, പിണക്കൊക്കെ മാറും. പക്ഷെ അവരിനി ആ വീട്ടിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അവരിപ്പം ഏത് വാടക വീട്ടിലാണോ അവിടെ തന്നെ നിൽക്കുക, ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ. പ്രവീൺ ഡെയിലി പോവുക വരിക, അച്ഛനും അമ്മയില്ലേ, എവിടെ മാസത്തിലൊരിക്കോ അങ്ങനെ എന്തെങ്കിലും ചടങ്ങൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, കണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, സുഖമായിട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ചെറിയൊരു ഇഷ്യൂ അല്ല.
ചെറിയൊരു വിഷയമല്ല. അതായത് പ്രവീൺ ഉന്നയിച്ചിരിക്കുന്ന, ആരോപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പ്രവീണിനെ നേരിടേണ്ടി വന്നതൊന്നും ചെറിയ വിഷയമല്ല. ഒരു ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഷയമായി. അത്രയ്ക്ക് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പറയുന്ന മൃദുലയും ഈ പറയുന്ന പ്രവീണും കൂടി വന്നിരുന്നുകൊണ്ട് അവരുടെ ഫാമിലിക്ക് നേരെ, സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്വന്തം അനുജന്റെയും നേരെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിന് മറുവശമുണ്ട്. ഇതിന്റെ മറുവശമായിട്ട് അവര് വരും. ഇവർ പറയുന്നുണ്ട് എന്താണ്, എന്റെ അച്ഛനെ അടിച്ചു എന്ന് പറഞ്ഞ് പല്ലിളക്കി എന്ന് പറഞ്ഞു. അതുപോലെ മൃദുല എന്ത് ചെയ്തു, ഇവന്റെ കഴുത്തി പിടിച്ചു എന്നൊക്കെ പറയുന്നത്. അവിടെ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്നുള്ളത്. അതായത് അത് ഇവരുടെ വീഡിയോ കാണുമ്പോൾ അറിയാം. ചിലപ്പോ ഇവരെ ഈ പറയുന്ന അടി നടന്ന സമയത്ത് മൃദുല ചിലപ്പോൾ പിടിച്ച് തള്ളിയതായിരിക്കാം ഈ പറയുന്ന പ്രവീണിനെ പിടിച്ചു തള്ളിയപ്പോൾ കഴുത്തിൽ പിടിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഈ മൃദുല ആ വീഡിയോയിൽ പറയുന്നതാണ്, അത് അവന്റെ കൈ ടെസ്റ്റ് ആയത് എങ്ങനെയാണ്, പിന്നീട് അന്ന് അവരെ ഹോസ്പിറ്റലിൽ എന്തോ പോകണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഹൈ ടെസ്റ്റ് ആയെങ്കിൽ പിന്നെ ഇങ്ങനെ വലിച്ചിറക്കും. ഇതൊക്കെ ഇവർ ഇത് പറയണമെങ്കിൽ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ നടന്ന രീതി. ചിലപ്പോൾ മൃദുല ചിലപ്പോൾ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ കിടന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് കാണുമ്പോൾ പിടിച്ച് തള്ളിയിട്ടുണ്ടാവാം. ചിലപ്പോൾ അവന്റെ കഴുത്തിലായിരിക്കും അപ്പൊ പിടിച്ചത്. ദേഷ്യമല്ലേ, ആ സമയത്ത് ദേഷ്യം കൊണ്ടുപോയി ഉരുട്ടി കാണാം. അതുപോലെ അച്ഛന്റെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിക്കുക, അച്ഛന്റെ ദേഹത്ത് കൊണ്ടിട്ടുണ്ടാവാം. അപ്പൊ ഇതിന്റെ പുതിയൊരു വെർഷനുമായിട്ടില്ല അവര് വരും. എന്തൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയിട്ടില്ല. വളരെ ഒരു ഞെട്ടലോടെയാണ് ഞാൻ ഇപ്പോഴും അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. ഇത്രയും പ്രശ്നങ്ങൾ, കാരണം നമ്മുടെ മുമ്പിലൊക്കെ വളരെ ഹാപ്പി ഫാമിലി, ഇവരെ പോലെ ആയിരിക്കണം അച്ഛനും അമ്മയും, ഇവരെ പോലെ ആയിരിക്കണം സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതുപോലെ ആവരുത് എന്നൊരു തരത്തിലേക്ക് ടപേന ഒരു ദിവസം കൊണ്ട് മാറുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.